ഏത് കേസ് അങ്ങനെ നമ്മൾ നേരെ വർക്കല ബീച്ചിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പോയിട്ടുണ്ട് വർക്കല ബീച്ചിൽ അതുകൊണ്ട് ഇതിപ്പോൾ ഒന്നുകൂടെ നമ്മൾ വീണ്ടും വർക്കല ബീച്ചിലേക്ക് പോവാണ്. സോ അടിപൊളിയാണ്. സോ നേരെ നമ്മൾ വഴിയാത്രയിൽ കാണാം. ഒരു ഫാമിലിയും കൂടെ വരാനുണ്ട്, അപ്പോൾ അവരെയും കൂടെ പിക്ക് ചെയ്യണം. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് കൈരളി റെസ്റ്റോറൻറ്റിൽ കയറി ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. നമ്മളെവിടെ പോയാലും ചായ, ഓക്കെ. സോ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി കയറി. നമ്മളവിടെ നേരെ നല്ലൊരു പഴംപൊരിയും ചായയും കുടിച്ചിട്ട് നേരെ നമ്മുടെ യാത്രകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പറയാൻ മറന്നായി, നമ്മുടെ പിള്ളേരുടെ പേര് അച്ചു കിച്ചു എന്നാണ്. ഇത് അവരുടെ മമ്മിയാണ്, ഓക്കെ. ഇവർ നമ്മുടെ കൂടെ ട്രാവൽ ചെയ്യാനുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇപ്പം നമ്മൾ നേരെ തിരിച്ച് ബീച്ചിൻ്റെ അങ്ങോട്ട് പോവാണ്. ബാക്കിയുള്ളവരെല്ലാവരും അവിടെ ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. നമ്മൾ നേരെ വണ്ടി പാർക്ക് ചെയ്തിട്ട് പോവാണ്, ഓക്കെ. സോ ഗൈസ്, വൻ തിരക്കാണ് നമുക്കിവിടെ. അപ്പോൾ ഞങ്ങളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്, ട്രാഫിക് ഉണ്ട്. സോ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ ഗൈസ്, ഈ ബീച്ചിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഫോറിൻ ബീച്ചും കൂടാണ്. കാരണം ഇവിടെ കുറേ ഫോറിനേഴ്സും ഒക്കെ വരുന്നുണ്ട്. സോ അവർക്ക് വേണ്ടിയും കൂടാണ് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. സോ എവിടെ നമുക്ക് കാണാം കുറച്ചുകൂടെ നല്ല വൈബ്, എന്താ പറയുക, കുറച്ച് റെസ്റ്റോറൻറ്റ്സ്, കഫേസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കിവിടെ കാണാം. അതാണ് നമ്മുടെ വർക്കല ബീച്ചിൻ്റെ പ്രത്യേകത, ഓക്കെ. ഗൈസ്, ഇവിടുന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, തൊട്ട് ഫ്രണ്ടിൽ എന്താ പറയുക, ഒരു ചെറിയൊരു ഇത് കാണാൻ പറ്റും. കാണിച്ചു തരാം. ഇതാണത്. നമുക്ക് കാണാം ആ ഒരു വെള്ളം ഇതുവഴി കൂടെ ഒക്കെ പോകണത്. നല്ലൊരു രസം തന്നെയാണ്. ഓക്കെ. ബിരിയാണി മുതൽ പിന്നെന്തൊക്കെയാ, ലസ്സി, ടീ, കോഫി വരെയാണ്. സോ ഗൈസ്, ഇവിടെ നമുക്ക് വൈകുന്നേരം വലിയ ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്നും കാണുന്നില്ല. പക്ഷേ ഒരു നൈറ്റൊക്കെ ആകുമ്പോഴത്തേനാണ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഓണായിട്ട് വളരെ സെറ്റപ്പായിട്ട് നിൽക്കുന്നത്. അപ്പം നൈറ്റ് നമുക്ക് നോക്കാം. സോ നേരത്തെ ഇവിടെ ഈ ഒരു എന്താ പറയുക, റെസ്ട്രിക്ഷൻസ്, ആ ഒരു റോപ്പൊന്നും കെട്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ ഈ തവണ ഇവിടെ കെട്ടിയിട്ടുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. ഇവിടം വരെ പോകാൻ പറ്റും. ആൾക്കാർക്ക് അങ്ങോട്ടൊന്നും ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം തന്നെയാണ്. സോ ഗൈസ്, ഇതൊക്കെയാണ് ബീച്ചിൻ്റെ ഒരു സീ റഫ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഭയങ്കര സീനാണ്. സ്വിമ്മിങ് ഈസ് പ്രൊഹിബിറ്റഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. സോ വളരെയധികം സൂക്ഷിക്കുക. സ്വിമ്മിങ്ങിനൊക്കെ കടൽ തീരത്തൊക്കെ ഇറങ്ങുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ച് പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ടാണ് വേണ്ടി ചെയ്യണം, അല്ലെങ്കിൽ വെള്ളത്തിലായി പോകും, ഓക്കെ. ഈ കിടക്കുന്ന നമ്മുടെ സീ ബ്രിഡ്ജാണ്. ഇടയ്ക്ക് വെച്ച് ടൂറിസം മേഖല കൊണ്ടുവന്നതാണ് വർക്കല ബീച്ചിൽ. സീ സ്പോർട്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതിപ്പോൾ നേരെ സൈഡിലായി. സോ ഗൈസ്, ഇപ്പം കണ്ടോ, നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ അവർ ഇട്ട് തുടങ്ങി. സോ നമ്മളിപ്പോൾ ഇതിൻ്റെ കൂടെ പോയാലും കാണാം, നല്ല രസമാണ്. ലൈറ്റൊക്കെ വീഴുന്നുണ്ട്, ഓരോ ലൈറ്റും ഇട്ട് തുടങ്ങിയിട്ടില്ല. ഓക്കെ,
ഗൈസ് നമ്മൾ വർക്കല ബീച്ചിൻ്റെ ഫസ്റ്റ് കയറുമ്പോൾ ഈ ഐസ്ക്രീമിൻ്റെ ഷോപ്പാണ്. കിടിലൻ ഐസ്ക്രീമാണ്, നല്ല ടേസ്റ്റ്. നമ്മളിനി നേരെ നമ്മൾ ഹെലിപ്പാഡിലേക്ക് പോവാണ്, അതായത് ക്ലിഫിലേക്ക് പോവാണ്. അതാണ് കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിട്ടുള്ള നൈറ്റ് സ്പോട്ട് എന്ന് പറയുന്നത്. സോ നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ്. ആ ഒരു ഐസ്ക്രീം എന്ന് പറയുമ്പോൾ 50 രൂപയ്ക്ക് കുറേ ഐസ്ക്രീം കിട്ടിയെങ്കിലും കാരണം നല്ലൊരു പണിയാണ് കിട്ടിയത്. കാരണം ഒലിച്ചൊരു പരുവായി. ഓക്കെ, കൊള്ളായിരുന്നു ഐസ്ക്രീം. ക്ലിഫിലാണ് ഇപ്പം നിറച്ച് കാറും ബൈക്കും ഒക്കെ തന്നെയാണ്. സോ ഇവിടെ ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നേരെ പോവാം, കാരണം എൻ്റെ ഫോണിനകത്ത് ഇപ്പം ചാർജ് കുറവാണ്. നമുക്ക് കുറേയൊക്കെ ഷൂട്ട് ചെയ്യുമോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും മാക്സിമം ട്രൈ ചെയ്യാം. സോ ഗൈസ്, അത്യാവശ്യം നല്ലൊരു തിരക്കും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. നമുക്ക് കാണാം ക്ലിഫിൽ കുറേ തിരക്കും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടെങ്കിലും എന്താ പറയുക, നമുക്ക് ആ ഒരു വൈബ് ഉണ്ട് ഇവിടെ, വൈബ്. എങ്ങനെയുണ്ട് വർക്കല? സൂപ്പറല്ലേ? അടിപൊളി. റെക്കമെൻഡേഷൻ ചെയ്യാമോ എല്ലാവർക്കും? സൂപ്പറാണ്. ഇവിടെ വരുന്നവർക്ക് റെക്കമെൻഡേഷൻ ചെയ്തൂടെ? ഓക്കെ, സെറ്റ്. ഇനി നിങ്ങൾക്ക് എസ്തെറ്റിക് ആയിട്ടുള്ള നല്ല കിടിലൻ കഫേസ് വേണമെങ്കിൽ നേരെ വിടുക ഹെലിപ്പാഡിലേക്ക്, അതായത് വർക്കല ക്ലിഫിലേക്ക് വിടുക. നല്ല കിടിലൻ കഫേ, അതായത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കിടിലൻ കഫേ നമ്മുടെ ഇവിടെ ഉണ്ട്. അതാണ് നമ്മുടെ ക്ലിഫ്. സോ ഗൈസ്, വളരെയധികം കിടിലൻ പാട്ടൊക്കെ കേട്ടിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. കൊള്ളാം അല്ലേ? അടിപൊളി സാധനമായിരുന്നു. ഇത് കഫേയുടെ ഉള്ളിലേക്ക് കയറുന്നൊരു സ്പോട്ടാണ്. എന്നാ രസമാണെന്നറിയാം നൈറ്റൊക്കെ പോകുമ്പോഴത്തേന്. സോ ഗൈസ്, അടിപൊളിയായിരുന്നു. സെറ്റ് വൈബാണ് സ്ഥലം. അപ്പം എന്താ പറയുക, നിങ്ങളും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. തീർച്ചയായിട്ടും ക്ലിഫ് നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സ്പോട്ട് തന്നെ ആയിരിക്കട്ടെ. ഓക്കെ അല്ലേ? സോ ഗൈസ്, അങ്ങനെ ക്യാൻഡിൽ ലൈറ്റിൽ നമ്മളിവിടെ ഡിന്നർ കഴിക്കാൻ വേണ്ടി ഇതെവിടെയാണ്? ഈ അബ റെസ്റ്റോറൻറ്റിൽ വന്നേക്കാണ്. സോ അത്യാവശ്യം നല്ലൊരു ആംബിയൻസ് തന്നെയാണ്. കൊള്ളാം, വൈബ്. ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു സ്റ്റോപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു വിഭവ സമൃദ്ധിയമായിട്ടുള്ള ഫുഡ് തന്നെയാണ് മേടിച്ചത്. നല്ല കിടിലൻ ഫുഡ് തന്നെയാണ്, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഫിഷ് ടിക്ക, ചിക്കൻ ടിക്ക, ചിക്കൻ 65, ന്യൂഡിൽസ്, ഫ്രൈഡ് റൈസ്, സൂപ്പ്, ഈ വക കാര്യങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. സോ ഗൈസ്, ഫോണിനൊട്ടും ചാർജ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളെ വീഡിയോ ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സോ ക്ലിഫ് അടിപൊളിയാണ്. പിന്നെ കുറേ ഫോറിനേഴ്സും കാര്യങ്ങളും എല്ലാവരും ഇവിടെ ഉണ്ട്. വെറൈറ്റി ക്യൂസീൻസും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ക്ലിഫിൽ വരിക, വർക്കല വരിക, ഇവിടെ ഒന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. പൊളി. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ. പ്രൈസ് ആൻഡ് വ്ലോഗ്സ് സൈനിങ് ഓഫ്. ബൈ ബൈ.